لله رب العالمين. الصلاة والسلام على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. فلما أسلما وتله للجبين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടൽ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമാകുന്ന എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് പൂർണ്ണമായി പൊറുത്ത് തരുമാറാകട്ടെ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി നമുക്കെല്ലാം അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാനും ആഴ്ചകളിലായി പവിത്രമായ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലാണ് നാം. വിശുദ്ധമാക്കപ്പെട്ട 3 മാസങ്ങൾ ശവ്വാലും ദുൽഖഅദും ദുൽഹിജ്ജയും ഹജ്ജ് എന്ന മഹാകർമ്മത്തെക്കുറിച്ച്, അതിന്റെ പ്രാധാന്യതയെക്കുറിച്ച്, മഹാത്മ്യത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. എന്ന് മാത്രമല്ല, ഹജ്ജ് എന്ന കർമ്മത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ചരിത്രത്തെ വസ്തുനിഷ്ഠതയോടുകൂടി പഠിക്കുമ്പോഴാണ് ആ കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ സ്വീകാര്യത, അതല്ലെങ്കിൽ അത് പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഏതൊരു കാര്യവും അങ്ങനെയാണ്. ആ ഒരു കർമ്മത്തിന്റെ സത്തയും കോർവയുമെല്ലാം ജീവിതത്തിലേക്കും മനസ്സിലേക്കും മസ്തിഷ്കത്തിലേക്കും ഇറങ്ങണമെങ്കിൽ എന്തിനാണ് ആ കർമ്മം ചെയ്യുന്നത്, ആ കർമ്മത്തെ അല്ലാഹു നിലനിർത്തിയിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്, ഈ കർമ്മം ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് കൃത്യമായി പഠനമുണ്ടെങ്കിൽ മാത്രമേ ആ കർമ്മത്തെ ഏറ്റവും പൂർണ്ണതയോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയുകയുണ്ടായി, ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം, ഹജ്ജ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി അഭിമുഖീകരിക്കുന്ന 2-3 മൻസക്കുകൾ. മൻസക്ക് എന്ന് പറഞ്ഞാൽ നാം പഠിച്ചു, ഹജ്ജിന്റെ കർമ്മവുമായി ബന്ധപ്പെട്ട പ്രത്യേക സ്ഥലങ്ങൾ. ആദ്യമായി ഹാജിയുടെ മുന്നിലേക്ക് വരുന്നത് വിശുദ്ധ കഅബാലയമാണെന്ന് പറഞ്ഞു.
അതിനുശേഷം അതിനോട് അടുത്തിട്ടുള്ള സംസമാണെന്ന് പറഞ്ഞു. ഇതിൽ ഒതുങ്ങി നിന്നിട്ടുള്ള കഅബയുടെ ഖില്ലയ്ക്കും മതാഫിനും റുക്നുൽ യമാനിനും അതിൻ്റെതാകുന്ന പ്രാധാന്യതയുണ്ടെന്നും ചർച്ച ചെയ്യുകയുണ്ടായി. പിന്നീട് സഫാ മർവയിലേക്ക് വന്നു. അവിടെയും ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഹാജറ ബീബിയുടെയും ഇരുവരുടെയും മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ചരിത്രമുറങ്ങുന്ന സംഭവത്തെക്കുറിച്ച് നാം പ്രതിപാദിക്കുകയുണ്ടായി. ഇനി ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ കർമ്മം തുടങ്ങുന്നത് ദുൽഹജ്ജ് 8-നാണ്. ദുൽഹജ്ജ് 8-നാണ് ഹജ്ജിന്റെ കർമ്മം തുടങ്ങുന്നത്. ഈ ഹജ്ജിന്റെ കർമ്മത്തിൽ ഒരു ഹാജി ഇഹ്റാം കെട്ടിക്കൊണ്ട്, മക്കയിൽ നിന്നാണ് ഇഹ്റാം കെട്ടുന്നത്. ഇഹ്റാം കെട്ടിക്കൊണ്ട് ആദ്യം പോകുന്ന സ്ഥലം, ആദ്യം അഭിമുഖീകരിക്കുന്ന സ്ഥലം തമ്പുകളുടെ കൂടാരം എന്നറിയപ്പെടുന്ന മിന എന്ന പ്രദേശമാണ്. തമ്പുകളുടെ കൂടാരം എന്നാണ് മിനയുടെ അർത്ഥം. മിന അല്ലെങ്കിൽ മുന, തമ്പുകളുടെ കൂടാരം. നമുക്കറിയാം, പണ്ടുകാലങ്ങളിൽ ഹജ്ജിന് പോകുന്ന ആളുകൾ സ്വന്തമായി അവർ തന്നെ ആ പ്രദേശത്തിറങ്ങി തുണികൾ കൊണ്ട് ടെന്റ് നിർമ്മിക്കുന്ന, അവിടെ വസിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ 1997 നടന്ന വൻ തീപിടുത്തത്തെ ആസ്പദമാക്കിക്കൊണ്ട് സൗദി സർക്കാർ അത് കൂടുതൽ മെച്ചപ്പെടുത്തുകയും 1,00,000 ആളുകൾക്ക് സ്ഥിരമായി താമസിക്കുന്ന തരത്തിൽ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി സംവിധാനം ചെയ്തിട്ടുള്ള ടെന്റുകൾ നിർമ്മിക്കുകയുണ്ടായി. ഒരുപാട് സൗകര്യങ്ങൾ അൽഹംദുലില്ലാഹ് ഹാജിമാർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതെല്ലാം ഉപയോഗപ്പെടുത്തുവാൻ, യഥാവിധി കർമ്മങ്ങൾ ചെയ്യുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു ഹാജി ആദ്യമായി നേരിടുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് മിന, തമ്പുകളുടെ കൂടാരം എന്നാണ് അതിന് പറയുന്നത്. മിനയിൽ രാപ്പാർക്കലുണ്ട്, അതുപോലെ മിനയിൽ കല്ലെറിയലുണ്ട്. മിനയിൽ ത്യാഗനിർഭരമായിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തേണ്ടതുണ്ട്. ഇവിടെ പാർക്കുന്നതിന്റെയും കല്ലെറിയുന്നതിന്റെയും പിന്നിലുള്ള രഹസ്യം എന്താണ്? ഹജ്ജിന്റെ ക്ലാസ്സിന് ഉസ്താദുമാര് പറയാറുണ്ട്, മിനയിൽ പോയി കല്ലെറിയണം, ഹാജി പോയി കല്ലെറിയും. മിനയിൽ രാപ്പാർക്കണം, ഞാൻ രാപ്പാർത്തു എന്നതിലുപരി എന്തിന്റെ പേരിൽ ഞാൻ രാപ്പാർക്കുന്നു, എന്തിന്റെ പേരിൽ ഞാൻ ഈ മിനയിൽ കല്ലെറിയുന്നു, ത്യാഗനിർഭരമായ നിഷ്കളങ്കതയോടുകൂടിയുള്ള പ്രാർത്ഥനകൾ റബ്ബിന്റെ മുന്നിൽ ഈ സ്ഥലത്തെ അവലംബിച്ചുകൊണ്ട് ചെയ്യുന്നതിന്റെ ഇടയിലുള്ള രഹസ്യം എന്താണ്? ഇതിനെ കൃത്യമായി പഠിക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ടല്ലോ, وَإِذِ ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُنَّ. ഒരുപാട് പരീക്ഷണങ്ങൾക്ക് അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിധേയനാക്കി. ഫഅതമ്മഹുന്ന. എന്നിട്ട് അല്ലാഹു തന്നെ പറയുന്നു, ഞാൻ എന്തെല്ലാം പരീക്ഷണങ്ങൾ ഇബ്രാഹിമിന് കൊടുത്തോ ആ പരീക്ഷണത്തിൽ 100 മാർക്കോടുകൂടി ഇബ്രാഹിം പാസ്സായി എന്ന് അല്ലാഹു തന്നെ ചേർത്ത് വെക്കുകയാണ്. ഫഅതമ്മഹുന്ന. ഏതൊക്കെ രീതിയിൽ ഞാൻ പരീക്ഷിച്ചോ സ്പഷ്ടമായ പരീക്ഷണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ 100 മാർക്കോടുകൂടി ഇബ്രാഹിം പാസ്സാകുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് വിശുദ്ധ ഖുർആൻ. ഫഅതമ്മഹുന്ന. അല്ലേ, 90 വയസ്സായിട്ട് പോലും അല്ലാഹു സന്താന സൗഭാഗ്യം കൊടുത്തില്ല. പക്ഷേ പ്രാർത്ഥന നിർത്തിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അല്ലാഹു കൊടുത്ത പൊന്നോമന മകനായ ഇസ്മായിലിനെ ഹാജർ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന സഹധർമ്മിണിയെ മരുഭൂമിയുടെ മധ്യത്തിൽ ഉപേക്ഷിക്കണമെന്ന് ഞാൻ ഇബ്രാഹിമിനോട് പറഞ്ഞു. വേറൊന്നും ഇബ്രാഹിം ചിന്തിച്ചില്ല, അവിടെ ഉപേക്ഷിച്ചു, അള്ളാഹുവിലേക്ക് യാത്രയായി. വേറൊന്നും തിരിച്ചു പറഞ്ഞില്ല, അവിടെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു, ഇബ്രാഹിം ഉപേക്ഷിച്ചു. അതല്ല ഇബ്രാഹിമിന് ഖലീൽ, ഇബ്രാഹിം ഖലീലുല്ലാഹി അലൈഹിസ്സലാത്തു വസ്സലാം. ഖലീൽ എന്ന് പറഞ്ഞാൽ തോഴൻ എന്നാണ് അർത്ഥം.
കൂട്ടുകാരൻ. എന്റെ കൂട്ടുകാരൻ എന്നോട് എന്തെങ്കിലും ഒരു കാര്യം നിർദ്ദേശിച്ചാൽ ഞാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി ചെയ്തു കൊടുക്കും. എന്തിനു വേണ്ടി? അവൻ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്, അവനെ സന്തോഷിപ്പിക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കലീമുല്ലാഹി മൂസ എന്ന് കൊടുത്തപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് റൂഹുല്ലാഹി ഈസ എന്ന് അല്ലാഹു പരാമർശിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് ഖലീലുല്ലാഹി ഇബ്രാഹിം, അല്ലാഹുവിന്റെ കൂട്ടുകാരൻ എന്നാണ്. എന്ത് കാര്യം അല്ലാഹു നിർദ്ദേശിച്ചാലും കൽപ്പിച്ചാലും പൂർണ്ണമായി അതിനെ അനുസരിക്കുക എന്നുള്ളത് ഇബ്രാഹിം നബിയുടെ ഒരു ശൈലിയായിരുന്നു. അല്ലാഹു എന്ന അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ഭയം എന്നതിലുപരി മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇഷ്ടമായിരുന്നു, പ്രിയമായിരുന്നു ഇബ്രാഹിം നബിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഖലീൽ എന്ന് കിട്ടിയത്. നാമും അതുപോലെയായിരിക്കണം. റബ്ബ് ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്. ആ നിർദ്ദേശത്തെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അതിനാണ് ഹജ്ജ് കർമ്മം. അതല്ലാതെ ഹജ്ജ് ചെയ്തു എന്ന് പറയുന്നതിന് വേണ്ടിയൊന്നുമല്ല. ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയാണ്. പാപമംഗലമായ കറകളിൽ നിന്ന് മനുഷ്യനെയും മനുഷ്യ ജീവിതത്തെയും ശുദ്ധീകരിച്ച് ഫിൽട്ടറേഷൻ ചെയ്ത് ഒരു ഉമ്മ പെറ്റ കുഞ്ഞിന്റെ, ഒരു നവജാത ശിശുവിന്റെ ഹൃദയ നർമ്മലതയോടുകൂടി ആക്കി മാറ്റുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഒരു മാറ്റമാണ്, ഒരു വീണ്ടും വിചാരമാണ് ഹജ്ജ് എന്ന കർമ്മം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ടാണ് ഖലീൽ എന്ന പേര് കിട്ടിയത്. ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു പരീക്ഷിച്ചു. പക്ഷെ അവിടെയെല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 100 മാർക്കോടുകൂടി പാസ്സായി എന്നുള്ളതാണ്. ഇവിടെ മിന എന്ന പ്രദേശത്തും വലിയ ഒരു പരീക്ഷണം നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറയെയും മകനെയും മരുഭൂമിയുടെ മധ്യത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയി എന്നതുവരെ നാം പറഞ്ഞു. ഇബ്രാഹിം നബിന് തിരിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്. സംസമെല്ലാം പൊട്ടി പുറപ്പെട്ടു. ഇബ്രാഹിം നബി തിരിച്ചു വരുമ്പോൾ ഇസ്മായിലിന്റെ വയസ്സ് 13 13 വയസ്സ്, 13 വർഷം. മുഫസ്സിറുകൾ പറയുന്നു ഇസ്മായിൽ നബിയുടെ വയസ്സെന്ന് പറയുന്നത് 13 ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വന്നപ്പോൾ വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നു, فلما بلغ معه السعي قال يا بني إني أرى في المنام. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനോട് ചേർന്ന് നിന്ന് പ്രയത്നിക്കാൻ പരിശ്രമിക്കുവാനുള്ള പ്രായമെത്തിയപ്പോൾ, ഇവിടെ പരിശ്രമിക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഖുർആൻ വ്യാഖ്യാതാക്കൾ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഉപജീവന മാർഗത്തെ തേടൽ. 2, ഇബ്രാഹിം നബിയോട് ചേർന്ന് നിന്നുകൊണ്ട് മതപരമായ കാര്യങ്ങളിൽ ഏർപ്പെടൽ, പരിശ്രമിക്കാൻ. ഈ 2 കാര്യങ്ങളാണ് ഇവിടുത്തെ ഉദ്ദേശം. ഏതായിരുന്നാലും ഇബ്രാഹിം തിരിച്ചു വന്നപ്പോൾ നല്ല സന്തോഷമായി 13 വർഷക്കാലം ഹാജറയെ കണ്ടില്ലായിരുന്നു, ഇസ്മായിലിനെയും കണ്ടില്ലായിരുന്നു. പൊന്നോമന മകനെ വാരിയെടുത്തുകൊണ്ട് മുത്തം കൊടുത്തു സ്നേഹിച്ചു. അതിരുകളില്ലാത്ത സ്നേഹം, പരിധികളോ പരിമിതികളോ ഒന്നുമില്ലാത്ത പ്രിയം. ഈ സമയത്ത് ഒരു രാത്രി ഇബ്രാഹിം ഒരു സ്വപ്നം കാണുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഫലമ്മാ ബലഗ മഅഹു സഅയ. ഒരു വല്ലാത്ത സ്വപ്നം കണ്ടു, അത്ഭുതപ്പെടുത്തുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന സ്വപ്നം. ഇബ്രാഹിം വല്ലാത്ത ദുഃഖത്തിലാണ്ടുപോയി. ഇസ്മായിലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇസ്മായിൽ യാ ബുനൈ, പൊന്നു മോനെ എന്ന ഇബ്രാഹിം വിളിക്കുന്നത് അലൈഹി സ്വലാത്തു വസ്സലാം. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്കൊടുവിൽ അല്ലാഹു സമ്മാനിച്ച ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പൊന്നുമോനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ബലി കൊടുക്കണം എന്നായിരുന്നു സ്വപ്നം. അല്ലാഹുവിന്റെ മാർഗത്തിൽ അറബ് ചെയ്യണം, ബലി കൊടുക്കണം. ഇവിടെയും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 100 മാർക്കോടുകൂടി പാസ്സായി എന്നുള്ളതാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മകനോട് പറഞ്ഞപ്പോ ഇസ്മായിൽ നബി തിരിച്ചു പറഞ്ഞത് എന്തെന്നറിയുമോ? ഓടി ഒളിക്കുകയല്ല ചെയ്തത്, സതജിദുനി യാ അബതി അൽ മാ തുഅ്മർ. അല്ലയോ പിതാവേ, എന്താണോ റബ്ബ് അങ്ങയോട് കൽപ്പിച്ചത് അങ്ങത് പ്രവർത്തിച്ചു കൊള്ളുക, ഒരു മടിയും വേണ്ട, അങ്ങത് പ്രവർത്തിക്കുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഞാൻ മര്യാദയ്ക്ക് അടങ്ങി ക്ഷമാശീലനായി കിടന്നുകൊള്ളാം പിതാവേ,
അങ്ങ് ധൈര്യമായി കുർബാന കൊടുത്തുകൊള്ളുക, ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൊണ്ട് അറക്കാൻ പോയ സ്ഥലമാണ് നാം പറഞ്ഞു വന്ന തമ്പുകളുടെ കൂടാരമാകുന്ന മിന എന്ന് പറയുന്നത്. അപ്പൊ മിനയിൽ നിൽക്കുന്ന ഒരു ഹാജിക്ക് ഈ ചരിത്രം ഓർമ്മ വരണം. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അറുക്കുവാൻ വേണ്ടി കൊണ്ടുപോയ സ്ഥലമില്ലേ, അതാണ് മിന, തമ്പുകളുടെ കൂടാരം. ലക്ഷോപലക്ഷം ഹാജിമാർ ടെന്റ് കെട്ടിക്കൊണ്ട് സമ്പടിച്ചുകൊണ്ട് ത്യാഗനിർഭരമായ പ്രാർത്ഥനകൾ നടത്തി അള്ളാഹുവിനെ ആരാധിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ദിവസങ്ങളോളം കഴിഞ്ഞുകൂടുന്ന ഒരു മേഖല, ഒരു പ്രദേശം. ഹജ്ജിയെ സംബന്ധിച്ചിടത്തോളം 5 ദിവസം മിനയിൽ കഴിഞ്ഞുകൂടും എന്നുള്ളതാണ്. ഹജ്ജിന്റെ കർമ്മം എന്ന് പറയുന്നത് 6 ദിവസമാണ്. ദുൽഹജ്ജ് 8, 9, 10, 11, 12, 13 ഈ 6 ദിവസം മാത്രമാണ് ഹജ്ജിന്റെ കർമ്മം. ഈ 6 ദിവസത്തിൽ ഹാജി 5 ദിവസവും സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് മിന എന്ന് പറയുന്നത്. ആദ്യം അഭിമുഖീകരിക്കുന്നത് മിനയാണ്. ദുൽഹജ്ജ് 10 അഭിമുഖീകരിക്കുന്നുണ്ട് മിനയെ. 11, 12, 13 ഹാജി മിനയെ അഭിമുഖീകരിച്ചുകൊണ്ട് ജംറയിൽ കല്ലെറിയുന്നു. വളരെ പ്രധാനപ്പെട്ട നാം മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന, അല്ലാഹു നമുക്കെല്ലാം ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മിനയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ ചിത്രം ഓർമ്മ വരണം. തുല്യതകളില്ലാത്ത പരീക്ഷണത്തിൽ 100% വിജയിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതിനോട് ചേർന്ന് നിന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മക്കൾക്കൊരു ചെറിയ പനി വന്നാൽ നമ്മൾ വിഷമിക്കും, ദുഃഖിക്കും, അല്ലേ? ഇവിടെ പ്രാർത്ഥനകൾ, നീണ്ട പ്രാർത്ഥനകൾക്കൊടുവിൽ അള്ളാഹു കൊടുത്ത ഇസ്മായിലിനെ അറുക്കാൻ അള്ളാഹു നിർദ്ദേശിക്കുമ്പോൾ യാതൊരു മടിയും കൂടാതെ കൊണ്ടുപോയി അറക്കാൻ തയ്യാറെടുക്കുന്ന ഒരു ചിത്രമാണ്. അള്ളാഹു പറയുന്നുണ്ട്, അങ്ങനെ അറുക്കാനായി ഇസ്മായിൽ കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ട് അറുക്കപ്പെടുന്നതിന് വേണ്ടി അതിനായി തയ്യാറെടുത്തുകൊണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിന്റെ കൈപിടിച്ച് പോകുകയാണ്. പോകുന്ന സ്ഥലമേതെന്നറിയുമോ? തമ്പുകളുടെ കൂടാരമാകുന്ന മിനയാണ്. ഇസ്മായിലിനെ ചരിച്ച് കിടത്തിക്കൊണ്ട് ഇസ്മായിലിന്റെ മുഖം അറുക്കുന്ന സമയത്ത് കാണാതിരിക്കുന്നതിന് വേണ്ടി ചരിച്ചു കിടത്തി മൂർച്ചയുള്ള പിച്ചാത്തി കത്തി കരുത്തിൽ വെച്ചപ്പോൾ ആകാശലോകത്ത് നിന്നൊരു അശരീരി കേൾക്കുകയാണ്. ഇബ്രാഹിം, ആകാശത്ത് നിന്ന് അശരീരി കേൾക്കുന്നു, അയ്യാ ഇബ്രാഹിം, ഇബ്രാഹിമെ അറുക്കരുത്, മകന്റെ കരുത്തിൽ കത്തിവെക്കരുത്, മുറിക്കരുത്. ഞാനിവിടെ നടത്തിയത് സ്പഷ്ടമായ ഒരു പരീക്ഷണമായിരുന്നു. അല്ലാഹു പറയുകയാ, ഇബ്രാഹിം അറുക്കണ്ട, ഞാൻ സ്പഷ്ടമായ ഒരു പരീക്ഷണം നടത്തിയതാണ്. ഞാൻ പറയട്ടെ, ആ പരീക്ഷണത്തിൽ 100 മാർക്കോടുകൂടി ഇബ്രാഹിമിന്റെ സന്തതിയാകുന്ന ഇസ്മായിലും വിജയിച്ചിരിക്കുന്നു. അള്ളാഹു തന്നെ പാസാക്കിയത് വിശുദ്ധ ഖുർആൻ. ഇസ്മായിലിന് പകരം അറുക്കുന്നതിനു വേണ്ടി ഒരു വലിയ ബലിമൃഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുത്തെന്ന് വിശുദ്ധമായ ഖുർആൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ ഒരു പ്രദേശത്തേക്കാണ് നാം പോകുന്നത്. ഈ ഒരു പ്രദേശത്തേക്കാണ് മിനയെ ആസ്പദമാക്കിക്കൊണ്ട് ഹാജിമാർ കർമ്മങ്ങൾ ചെയ്യും. അപ്പൊ ഈ ചരിത്രം നമുക്ക് ആവശ്യമാണ്, ചിന്തിക്കണം. ഈ ചരിത്രം മനസ്സിലാക്കാതെ വെറുതെ ക്ലാസ്സിൽ കേട്ടതിന്റെ പേരിൽ പോയി കല്ലെറിഞ്ഞാൽ ഹജ്ജിന്റെ യഥാർത്ഥ സത്ത എത്ര ഹജ്ജ് ചെയ്തെന്ന് പറഞ്ഞാലും അതിന്റെ മസ്തിഷ്കത്തിലും ജീവിതത്തിലേക്കും ഇറങ്ങുകയില്ല. അതിന്റെ ഒരു അടിസ്ഥാനം, ആ കോർവ കിട്ടണമെങ്കിൽ ഈ ചരിത്രം മനസ്സിലാക്കി, ഈ ചരിത്രം ചിന്തിച്ച് അതിനധിഷ്ഠിതമായ നിലയിൽ ആ പ്രവർത്തനം നടത്തുമ്പോഴാണ് ഹജ്ജ് ഹജ്ജായി തീരുന്നത്, സമ്പൂർണമായി തീരുന്ന അത്തരത്തിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനി നാം മനസ്സിലാക്കുന്നത്, മിനയിൽ കല്ലെറിയുന്നതില്ലേ, ദുൽഹജ്ജ് 10 കല്ലെറിയാറുണ്ട്, ദുൽഹജ്ജ് 11 കല്ലെറിയും, 12 13 കല്ലെറിയും. എന്തിനാ ഈ കല്ലെറിയുന്നത്? അത് ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞതിന്റെ പേരിൽ. ഹജ്ജിന്റെ ക്ലാസ്സിൽ ഉസ്താദ് കല്ലെടുത്തെറിയാൻ പറയുമ്പോൾ ഞാൻ കല്ലെടുത്തെറിഞ്ഞു. ചില ആളുകൾ വാശിക്ക് കല്ലെടുത്തെറിയുന്നത് കാണാം, ഓടി വന്നിട്ട് വാശിക്ക് കല്ലെടുത്തെറിയും. എന്താ ഈ കല്ലെറിയുന്നതിന്റെ പിന്നിലെ രഹസ്യം? വെറുതെ കോലം കെട്ടലല്ല, വെറുതെ ആളുകൾ അപഹസിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അപഹസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ.
വെറുതെ കോലം കെട്ടലല്ല, ത്യാഗനിർഭരമായ ത്യാഗത്തിന്റെ തീച്ചൂളയിൽ ഞെരിഞ്ഞമർന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ചരിത്രമാണ് ഈ കല്ലെറിയിലൂടെ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നത്. എന്തിനാ കല്ലെറിയുന്നത്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിലിന്റെ കരുത്തിൽ കത്തിവെച്ചപ്പോ പിശാച് വിവിധ തരത്തിലുള്ള പ്രലോഭനങ്ങളുമായി ഇബ്രാഹിം നബിയുടെ സമക്ഷത്തിലെത്തി. ഇബ്രാഹിം നബിയെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി പിന്തിരിപ്പിക്കാൻ പരിശ്രമിച്ച പിശാചിനെ കല്ലെറിഞ്ഞ് ഓടിച്ചു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇനി നീ എന്തൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും എന്റെ റബ്ബ് പറഞ്ഞതാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ കരളിന്റെ കഷ്ണമായ മകനാണ് ഇസ്മായിൽ, എന്നാലും എന്റെ റബ്ബ് പറഞ്ഞതിന്റെ പേരിൽ ഇതാ ഞാനിവിടെ ബലി കൊടുക്കാൻ പോവുകയാണ്. എന്ത് ഈമാനാണ് സഹോദരങ്ങൾ, എന്ത് ഈമാനാണ്! ഇവിടെ നാം മനസ്സിലാക്കണം, നമ്മുടെ ഈമാനിന് കോട്ടങ്ങൾ സംഭവിക്കാറുണ്ട്. കല്യാണങ്ങൾ വരുമ്പോൾ, പരിപാടികൾ വരുമ്പോൾ വിവിധ തരത്തിലുള്ള കോലങ്ങൾ ഇസ്ലാമിനെയും ഈമാനിനെയും ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യങ്ങളുണ്ട്. അല്ലാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് സാഹചര്യത്തിലും കരുത്തോടെ, ഈമാനിന്റെ കരുത്തോടുകൂടി നിലകൊള്ളാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. അവിടെയാ ഒരു മുഅ്മിൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ കുറിച്ചാണ്. ഇവിടെ മകനെ അറുക്കാൻ പോകുന്നു, അല്ലാഹു പറഞ്ഞതിന്റെ പേരിൽ നീ ആര് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും, മരുഭൂമിയിൽ വിട്ടിട്ട് പോയപ്പോ ഹാജറ ചോദിച്ച് എവിടാ പ്രിയതമാ പോകുന്നത്? ഒന്നും വേണ്ടിയില്ലേ, എന്റെ റബ്ബ് വിടാൻ പറഞ്ഞു ഞാൻ വിട്ടു, എന്റെ റബ്ബ് അറുക്കാൻ പറയുന്നത് ഞാൻ അറുത്തു. അതാ അല്ലാഹു പറഞ്ഞത്, ഒരുപാട് സ്പഷ്ടമായ പരീക്ഷണങ്ങൾ ഞാൻ നടത്തിയിട്ട് 100 മാർക്കോടുകൂടി ഇബ്രാഹിം പാസ്സായി. എന്ന് മാത്രമല്ല, ഇബ്രാഹിമിന്റെ അത്ഭുതപ്പെടുത്തുന്ന ഈ മുഴുവൻ സംഭവങ്ങളും ഹജ്ജിന്റെ കർമ്മമാക്കി ഞാൻ തീരുമാനിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു നിലനിർത്തിയിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ വിശ്വാസികളും ഓതുന്ന ഒരു ചരിത്രമാക്കി ഞാൻ മാറ്റിയിരിക്കുന്നു, ക്രോഡീകരിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇബ്രാഹിമിന്റെ ചരിത്രം കേട്ട് നിങ്ങൾ പുളകിതരാകണ്ട, നിങ്ങൾക്കും സാധിക്കും. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇബ്രാഹിമിന്റെ പിന്നെ വരുന്ന എന്നെയും നിങ്ങളെയും പോലെയുള്ള ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ വിശ്വാസികളെയും ഞാൻ പരീക്ഷിക്കും. അവർക്കെല്ലാം ഇതൊരു മാതൃകയായിരിക്കണം കേട്ടോ. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. നിങ്ങൾ ഈ രീതിയിൽ ക്ഷമയോടുകൂടി ഈമാനിക കരുത്തോടുകൂടി നിലനിന്നാൽ ഉന്നതമായ പ്രതിഫലം. എന്ന് മാത്രമല്ല, നിങ്ങൾ മരണപ്പെട്ടാലും നിങ്ങളുടെ പ്രകീർത്തികൾ വാഴ്ത്തുന്ന, നിങ്ങളെ പ്രസിദ്ധപ്പെടുത്തുന്ന ആളുകളെ ഞാൻ മുന്നോട്ട് കൊണ്ടുവരും എന്ന് ഈ ചരിത്രത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അല്ലെ, ഇബ്രാഹിം നബിയുടെ പ്രസിദ്ധി വാഴ്ത്തുന്നില്ല വിശ്വാസികളാകുന്ന നാം ഓരോരുത്തരും. അല്ലാഹു അത്തരത്തിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പൊ മിനയിൽ കല്ലെറിയുന്നത് പിശാചിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്ലെറിഞ്ഞതിന്റെ പ്രതീകമായിട്ടാണ്. അതോടൊപ്പം തന്നെ മിനയിൽ രാപ്പാർക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിലിനെ അറുക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം എന്ന അർത്ഥത്തിലാണ്. ഒരു ഹാജി 5 ദിവസമാണ് മിനയിൽ കഴിഞ്ഞുകൂടുന്നത്. തമ്പുകളുടെ കൂടാരം എന്നാണ് പറയുന്നത്, തമ്പുകളുടെ കൂടാരം. മിനയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, വിശുദ്ധ ഇസ്ലാമിലെ ആദ്യത്തെ ഉടമ്പടി നടക്കുന്നത് മിനയിൽ വെച്ചിട്ടാണ്. ആദ്യ ഉടമ്പടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന നിവാസികളുമായിട്ടുള്ള ആദ്യ ഉടമ്പടി നടക്കുന്നത് മിനയിൽ വെച്ചിട്ടാണ്. നമ്മൾ ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ എന്ന് പറയാം. അഖബ എന്ന് പറഞ്ഞാൽ നടപടി അല്ലെങ്കിൽ ഉടമ്പടി എന്നാണ് അർത്ഥം. ഉടമ്പടി എന്നാണ് അർത്ഥം. ആ ഉടമ്പടി നടന്ന സ്ഥലത്ത് ഇന്നൊരു മസ്ജിദ് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ആ മസ്ജിദിന്റെ പേര് മസ്ജിദുൽ ബൈഅ എന്നാണ്. മസ്ജിദുൽ ബൈഅ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മോസ്ക് ഓഫ് ദ പ്ലഡ്ജ് എന്ന്. ഇംഗ്ലീഷിൽ കാര്യമായി തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എവിടെയാണ് ഉടമ്പടി നടന്നത്. ഉടമ്പടി നടന്ന സ്ഥലത്ത് നിന്നൊരു പള്ളി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഇതിനോട് അടുത്ത ജംറയ്ക്കാണ് ജംറത്തുൽ അഖബ എന്ന് പറയുന്നത്. ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ. ദുൽഹജ്ജ് 10 ഹാജി ജംറത്തുൽ ഊലയിൽ എറിഞ്ഞ് വിശുദ്ധ കഅബാലയത്തിൽ പോയി തവാഫ് ചെയ്യുന്നതോടുകൂടി, അതിനാ ഫർദ് തവാഫ് എന്ന് പറയുന്നത്, ഈ തവാഫ് ചെയ്യുന്നതോടുകൂടി പൂർണ്ണമായിട്ടും ഹജ്ജിൽ നിന്നും വിരമിച്ചു എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇവിടെയെല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു ഖുർബാന നടത്തുന്നു തന്റെ മകനെ. വിശുദ്ധമായ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു ഖുർബാന അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്.
സൂറത്തുൽ ബഖറയുടെ 260-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട വേറൊരു കുർബാനയുണ്ട്. എന്താ കുർബാന എന്നറിയുമോ? وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ أَرِنِي كَيْفَ تُحْيِي الْمَوْتَى قَالَ أَوَلَمْ تُؤْمِنْ قَالَ بَلَى وَلَكِنْ لِيَطْمَئِنَّ قَلْبِي. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ, ഈ മരിച്ചവരെ നീ ജീവിപ്പിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 260-ാമത്തെ ആയത്താണ്. അല്ലാഹു ഈ മരിച്ചവരെ നീ എങ്ങനെ ജീവിപ്പിക്കും? ഉടനെ അല്ലാഹു തിരിച്ചു ചോദിച്ചു, യാ ഇബ്രാഹിം ഖാല അവലം തുഅ്മിൻ, മരിച്ചവരെ ജീവിപ്പിക്കുന്ന വിഷയത്തിൽ നിനക്ക് വിശ്വാസമില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പടച്ചവന് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ബല, ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടുന്നതിന് വേണ്ടിയാണ്. എന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ മരിച്ചവരെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത്? ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, യാ ഇബ്രാഹിം ഫഖുദ് അർബഅത മിനത്തൊയ്രി, 4 പറവകളെ നീ പിടിക്കണം, 4 പക്ഷികളെ. വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി അല്ലാഹു പ്രതിപാദിക്കുകയാണ് മരിച്ചവരെ എങ്ങനെ ജീവിപ്പിക്കുന്നു. 4 പറവകളെ നീ പിടിച്ച് അതിനെ ഇണക്കി ഫസുറുഹുന്ന ഇലൈക, നിന്നിലേക്ക് അടുപ്പിക്കണം, ഒരു ബന്ധമുണ്ടാക്കിയെടുക്കണം. എന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ 4 പക്ഷികളെയും അറുത്ത് ثم اجعل على كل جبل منهن جزءا പീസാക്കിയിട്ട് ഓരോ മലകളുടെയും മുകളിൽ കൊണ്ടുവെക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു. മരിച്ചവരെ എങ്ങനെ ജീവിപ്പിക്കണം ഇബ്രാഹിം നബി ചോദിച്ചു. വിശ്വാസമില്ല, പറഞ്ഞ വിശ്വാസമുണ്ട്, ഹൃദയത്തിന് സമാധാനം കിട്ടുന്നതിന് വേണ്ടി. ശരി, 4 പറവകളെ പിടിച്ചു, അല്ലാഹു പറഞ്ഞതുപോലെ അതിനെ കൂട്ടിയിണക്കി ഒരു ബന്ധമുണ്ടാക്കിയെടുത്തു. ഒരു സുപ്രഭാതത്തിൽ അതിനെ അറുത്ത് പീസാക്കി മലകളുടെ മുകളിൽ കൊണ്ടുവച്ചു. അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം, ഇനി നീ വിളിക്ക് ഈ പറവകളെ, നീ കഷ്ണിച്ച ഈ പറവകളെ നീ വിളിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഷ്ണിച്ച ഈ പറവകളെ വിളിച്ചപ്പോൾ വിവിധ പീസുകളായിട്ട് വിവിധ പർവ്വതങ്ങളുടെ മുകളിൽ ഇരുന്ന ഈ പക്ഷികൾ പൂർവോപരി ജീവനോടുകൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്നിധിയിലേക്ക് എത്തുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ 4 പറവകളും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചതാണ്. അല്ലാഹു പറയുന്നു, അല്ലാഹു പ്രതാപശാലിയാണ്, തന്ത്രജ്ഞനാണ്, പ്രതാപശാലിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു ഖുർബാന മുഫസ്സിരീങ്ങൾ, ഖുർആന്റെ വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പം മിന എന്ന പ്രദേശത്തെ കുറിച്ചാണ് നാം പഠിച്ചത്. ദുൽഹജ്ജ് 8-ന് ഹാജിമാർ മിന എന്ന പ്രദേശം സംഗമിക്കും. അവിടെ ഈ സമയത്ത് ഈ ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് വരണം. മിന കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, മിന എന്ന കർമ്മത്തെ അള്ളാഹു ഹജ്ജിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണ് ദുൽഹജ്ജ് 8-ന് ഹാജിമാർ സംഗമിക്കുന്ന തമ്പുകളുടെ കൂടാരം എന്നറിയപ്പെടുന്ന മിന എന്ന പ്രദേശം. കല്ലെറിയുന്നത് എന്തിന്റെ പേരിലാണ്? ഈ അറവ് നടത്തുന്ന സമയത്ത് പിശാച് പ്രലോഭനങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇബ്രാഹിം നബി കല്ലെടുത്തെറിഞ്ഞു. ഈ ഒരു പ്രവർത്തനത്തെയും അല്ലാഹു ഹജ്ജിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അതാണ് ജംറയിൽ ഹാജിമാർ കല്ലെറിയുന്നത്. ഇവിടെയെല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ള പരീക്ഷണവും അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 100 മാർക്കോടുകൂടിയുള്ള വിജയവുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിലുടനീളം പഠിപ്പിക്കുന്നത്. ദുൽഹജ്ജ് 9-ന് ഹജ്ജിനെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അറഫാത്ത് നടക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അൽ ഹജ്ജ് അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അതിനെക്കുറിച്ച് കാര്യമായി പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു ജുമയ്ക്ക് അറഫ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ മിന എന്ന വിഷയം, മിനയിലെ ചരിത്രങ്ങൾ, 3 കാര്യങ്ങളാണ് മിനയിൽ നടത്തുന്നത്. ഒന്ന് രാപ്പാർക്കലാണ്, ഹാജിമാർ രാപ്പാർക്കും. ദുൽഹജ്ജ് 8-ന് പ്രഭാതത്തിന് ശേഷം മാ അസ്ഫറ എന്ന കിതാബുകളിൽ കാണുന്നത്, നേരം വെളുത്തതിന് ശേഷം ഹാജിമാർ ഹറമിൽ നിന്നും 4 കിലോമീറ്റർ ഉണ്ട് മിനയിലേക്ക്. അവിടെ നടന്നു പോയി അവിടെ ടെന്റ് കെട്ടി തമ്പടിച്ചുന്ന ആധുനിക സജ്ജീകരണങ്ങളൊക്കെ സൗദി സർക്കാർ ചെയ്തിട്ടുണ്ട്. 1997-ലെ വൻ തീപിടുത്തത്തിൽ 340ഓളം ഹാജിമാരുടെ ജീവിതം അപകടത്തിലായി എന്നുള്ളതാണ്. ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ടെഫ്ലോൺ എന്ന് പറയുന്ന
ഒരു കോട്ടിംഗ് ഉൾപ്പെടെയുള്ള ഫൈബർ ഗ്ലാസിന്റെ സൗകര്യത്തോടു കൂടിയാണ് ഇന്ന് അവിടെ ടെന്റുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അതിന് പുറമതിലുകളൊക്കെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മരുഭൂമിയിലെ ശക്തമായ ചൂട് അകറ്റുന്നതിന് വേണ്ടിയുള്ള, അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ശീതീകരിച്ച സംവിധാനങ്ങളും ഈ ടെന്റിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പുറത്തെ ചൂടിനെ അകറ്റുന്നതിന് വേണ്ടിയുള്ള വാട്ടർ സ്പ്രേകൾ, ഒരുപാട് സജ്ജീകരണങ്ങൾ അൽഹംദുലില്ലാഹ് ഹാജിമാർക്ക് വേണ്ടി സൗദി ഗവൺമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 20,000 പേർക്ക് ഒരേ സമയത്ത് താമസിക്കുന്നതിന് വേണ്ടിയുള്ള 13 നിലയ്ക്കുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ. എന്തിനു വേണ്ടിയാണ്? ഹജ്ജ് ചെയ്യുന്ന ഹാജിമാർക്ക് വേണ്ടി. അവർക്ക് സേവനം ചെയ്യുന്നത് പടച്ചോന് ഏറ്റവും വലിയ ഇഷ്ടമാണ്, അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമാണ്. ഹജ്ജ് ചെയ്യുന്ന ഹാജിമാർക്ക് പറ്റുമെങ്കിൽ അവർക്ക് ചെറിയ ഹദിയൊക്കെ കൊടുത്തു വിടണം. അല്ലാഹു അത്തരത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി അവരോട് പറയണം. ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അവർക്കെല്ലാം ആഫിയത്തും സിഹത്തും സലാമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ ചരിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. ഇതൊക്കെ നേരത്തെ ഉംറയ്ക്കൊന്ന് പോകണം. ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ആദ്യം ഉംറയ്ക്ക് പോയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വരണം, എന്നിട്ട് ഹജ്ജിന് പോകണം. അപ്പൊ ഇത് കൃത്യമായിട്ട് ഇതിന്റെ സത്ത നമ്മുടെ ജീവിതത്തിലേക്കും മനസ്സിലേക്കും ഇറങ്ങും. എന്താണ് ജംറ, എവിടെയാ കല്ലെറിയേണ്ടത്, എവിടെയാ അറഫ, എവിടെയാ മുസ്ദലിഫ, എവിടെയാ മിന, ഇതൊക്കെ ഒന്ന് നോക്കി കണ്ട് പഠിച്ച് മനസ്സിലാക്കി ആ ചിത്രം മനസ്സിൽ പതിയും. എന്നിട്ട് ഹജ്ജിന് പോകണം. അപ്പൊ കൂടുതൽ എളുപ്പമായി തീരും. അല്ലാഹു അത്തരത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഇതാണ് മിന എന്ന് പറയും, തമ്പുകളുടെ കൂടാരം. ഹറമിൽ നിന്നും 4 കിലോമീറ്ററാണ്. ഹാജിമാരെല്ലാം നടന്നു പോകും. ദുൽഹജ്ജ് 8 നടന്നു പോകും. അതിനുശേഷം അറഫയിലെത്തും. അറഫയിൽ നിന്ന് പിന്നെ പോകുന്നത് മുസ്ദലിഫയിലേക്കും, ആ മുസ്ദലിഫയിൽ നിന്ന് നേരെ വരുന്നത് മിനയിലേക്കുമാണ്. മിനയിൽ വന്ന് കല്ലെറിയും. കല്ലെറിഞ്ഞതിന് ശേഷം വിശുദ്ധ കഅബാലയത്തിൽ പോയി ഫർദ് തവാഫ് നിർവഹിക്കുന്നതോടുകൂടി ഹജ്ജിന്റെ ഒരു 80% കർമ്മം പൂർത്തിയായി. അവൻ തഹല്ലുലായി. തഹല്ലുലാകുക എന്ന് പറഞ്ഞ ഇഹ്റാമിൽ നിന്ന് മുക്തനായി, ഇഹ്റാമിൽ നിന്ന് ഒഴിവായി. ഇതിനുശേഷമാണ് 11-നും 12-നും 13-നും മിനയിൽ വീണ്ടും വന്ന് രാപ്പാർക്കുകയാണ്. ഹജ്ജിന്റെ കർമ്മം ഞാൻ പറഞ്ഞതുപോലെ 6 ദിവസത്തിൽ 5 ദിവസവും ഹാജി അഭിമുഖീകരിക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് മിനയാണ്. ഇത്രത്തോളം പ്രാധാന്യതയുള്ള ഒരു സ്ഥലമാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ചരിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ മക്കൾക്കെല്ലാം ഇസ്മായിൽ എന്ന പേരിനോടാണ് ഞാൻ പറയുന്നത്. എല്ലാ മക്കൾക്കും അല്ലാഹു എല്ലാവരും നിയ്യത്ത് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സന്താനത്തെ ഇസ്മായിൽ എന്ന പേരിടണം. എന്തിനു വേണ്ടി? വിശുദ്ധ ഇസ്ലാമിനെ ജീവിപ്പിച്ച ഒരു വാപ്പയോട് ചേർന്ന് നിന്ന, എന്തിനു വേണ്ടി? വിശുദ്ധ ഇസ്ലാമിന്റെ ഇഹ്യാഇന് വേണ്ടി, വിശുദ്ധ ഇസ്ലാമിനെ ജീവിപ്പിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ഉറച്ചു നിന്ന പിതാവിനോടൊപ്പം ചേർന്ന് നിന്ന ഉറച്ച ഈമാനുള്ള ഇസ്മായിൽ എന്ന പൊന്നുമോനെ പോലെ എന്റെ മക്കളെയും നീ ആക്കണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും തയ്യാറല്ലേ? ഇസ്മായിലിനെ പോലെ ആക്കണേ റബ്ബേ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. ഹജ്ജിന് പോകുമ്പോൾ സന്താനങ്ങൾക്ക് വേണ്ടി. മിനയിൽ നിൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രാപ്പാർക്കലും കല്ലെറിയലും അതോടൊപ്പം പ്രാർത്ഥനയുമാണ്. ഈ പ്രാർത്ഥനയിൽ മക്കളെ കുറിച്ച് അധികമായിട്ട് പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഇസ്മായിലിനെ പോലെ എന്റെ മക്കളെയും നീ ആക്കണേ റബ്ബേ. ഉപ്പയോടൊപ്പം ചേർന്ന് നിന്ന 90 വയസ്സായിട്ടുള്ള ഇബ്രാഹിം നബി തിരിച്ചു വരുമ്പോൾ ഇബ്രാഹിം നബിക്ക് 103 വയസ്സാണ്. 103 വയസ്സായപ്പോഴും പിതാവിനോട് ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങൾക്കും സേവനം ചെയ്ത്, ഉപജീവനത്തിന്റെ വിഷയത്തിലായിരുന്നാലും പ്രബോധനത്തിന്റെ വിഷയത്തിലായിരുന്നാലും ചേർന്ന് നിന്ന ഇസ്മായിൽ എന്ന പൊന്നുമോനില്ല റബ്ബേ, അതുപോലെ എന്റെ മക്കളെയും നീ അതുപോലെ ആക്കണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ഒരു ഹജ്ജിന്റെ സ്വീകാര്യത എന്ന് പറയുന്നത്. കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോയി, നമ്മളൊരു ചിത്രം പോലെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ കുറച്ച് കർമ്മങ്ങൾ ചെയ്ത് കേവലം കർമ്മങ്ങളും നടത്തവും ഇരുത്തവും ഒക്കെ മാത്രമാണ്. പക്ഷേ യഥാർത്ഥ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്. ഹൃദയത്തെ മാറ്റി കഴുകി ശുദ്ധീകരിക്കലാണ്. ഏത് കർമ്മവും അങ്ങനെയാണ്. നമസ്കാരമായിരുന്നാലും സക്കാത്തായിരുന്നാലും ഹജ്ജായിരുന്നാലും നോമ്പായിരുന്നാലും നീണ്ട 1 മാസക്കാലത്ത് വ്രതാനുഷ്ഠാനവും ഒക്കെ ഒരു മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിച്ചെടുക്കുകയാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. മനുഷ്യ ശരീരത്തിലൊരു മാംസക്കട്ടയുണ്ട്, അതിനെ ശുദ്ധീകരിച്ചെടുക്കുകയാണ് വേണ്ടത്. അത് മോശമായാൽ ശരീരം മൊത്തത്തിൽ മോശമായി. അത് ക്ലിയർ ആണെങ്കിൽ ശരീരം പൂർണ്ണമായി ക്ലിയർ ആണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. ഈ ഹൃദയത്തെ സംശുദ്ധീകരിക്കാൻ വേണ്ടി വിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അല്ലാഹു ചേർത്ത് വെച്ച ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സ്വീകാര്യതയോടുകൂടി പൂർണ്ണ അർത്ഥത്തിൽ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈ ചരിത്രങ്ങളൊക്കെ നാം പഠിച്ച് മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വരുന്ന ദിവസം ഇതൊരു തുടർ വിഷയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അള്ളാഹു അത്തരത്തിൽ പൂർണ്ണമായി കബൂൽ ചെയ്യുമാറാകട്ടെ.
ഇനി ഇൻഷാ അല്ലാഹ് മുസ്ദലിഫയെ കുറിച്ച് പഠിക്കണം, അറഫയെ കുറിച്ച്. ഈ 3 മാസങ്ങൾ ഹജ്ജിനെ കുറിച്ച് കാര്യമായി പഠിക്കേണ്ടുന്ന മാസമാണ്. ശവ്വാല്, ദുൽഖഅദ്, ദുൽഹിജ്ജ. എന്താണ് അറഫ, അതുപോലെ തന്നെ എന്താണ് മുസ്ദലിഫ, മദീനയിൽ എന്തിനാണ് പോകുന്നത്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഹജ്ജിന്റെ കർമ്മം മദീനയിലില്ലല്ലോ, പിന്നെ ഹാജി മദീനയിൽ പോകുന്നത് എന്തിനു വേണ്ടിയാണ്, ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള അടയാളം എന്താണ്, ഇതെല്ലാം കിതാബുകളിൽ മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തി വെച്ച് ഞാൻ ഹജ്ജ് ചെയ്തു, എന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് സ്വന്തമായി മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിൽ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ രോഗങ്ങളായി കഴിയുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ആഫിയത്തും സിഹത്തും സലാമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്കെല്ലാം അല്ലാഹു പരിപൂർണ മഗ്ഫിറത്ത് റഹ്മത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദുരിതം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് ഗസയിലെ വിശ്വാസികൾക്കെല്ലാം അല്ലാഹു പരിപൂർണമായ മുക്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്ന, വിശുദ്ധ ഇസ്ലാമിനെതിരെ തന്ത്രങ്ങൾ മെയ്യുന്ന മുഴുവൻ കുതന്ത്രകാരികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുമാറാകട്ടെ. അവരുടെ അക്രമത്തെയും മുഴുവൻ അക്രമങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വേരോടുകൂടി കുതിച്ചുമൂടുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി പരിശ്രമിക്കാൻ എനിക്കും നിങ്ങൾക്കും എല്ലാം മരണം വരേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനു വേണ്ടുന്ന ആഫിയത്തും സിഹത്തും സലാമത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.